ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് നോക്കുന്നത്. അപ്പോൾ യൂണിറ്റ് 2ൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞത് അസാലീബുൽ കിതാബിയ, എഴുത്തിൻ്റെ രീതികളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞത് എന്താണ് ഉസ്ലൂബ് എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഓരോത്തിനും ഓരോന്നതായ രീതി ഉണ്ടാവും. ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ അതിപ്പോൾ ഒരാൾ പറയണ ആളനുസരിച്ച് രീതി വ്യത്യാസം ഉണ്ടാവും. അതേപോലെ പറയണ കാര്യത്തിനനുസരിച്ച് രീതി വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഓരോ ഇതിനും ഉണ്ടാവും വ്യത്യസ്ത രീതികളുണ്ടാവും. അപ്പോൾ ആ രീതികളെ കുറിച്ച് പറയണ യൂണിറ്റാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉസ്ലൂബ് എന്താണെന്ന് പറയണേ. ഉസ്ലൂബ് ലുഅത്തൻ, ഭാഷയിൽ ഉസ്ലൂബ് എന്നുള്ളത് തൊരീഖുൻ ഔ ഫന്നുൻ ഔ നഹജുൻ ജംഹു അസാലീബ്. തൊരീഖ് പറഞ്ഞാൽ വഴിയാണ്, അല്ലെങ്കിൽ ഒരു ഫന്നാണ്, ആർട്ടാണ്. അല്ലെങ്കിൽ ഒരു നഹജ് പറഞ്ഞാൽ ഒരു വഴി എന്നുള്ള ഈ ഉസ്ലൂബിൻ്റെ ജമ്മാണ് അസാലീബ് എന്നുള്ളത്. ഇനി ഇസ്തിലാഹിൽ നോക്കുകയാണെങ്കിൽ ഫഹുവൽ മഅന അൽ മസൂഉ ഫി അൽഫാദിൽ മുഅല്ലഫ അല സൂറത്തിൻ തകൂന അഖ്റബു ലിന്നൈലിൽ ഓർലിൽ മഖ്സൂദി മിനൽ കലാമി വ ഔഖഉ ഫി നുഫൂസി സാമിഈൻ. അതായത് നമ്മളിങ്ങനെ ഒരു കടഞ്ഞെടുക്കുന്ന കുറച്ച് അർത്ഥങ്ങളാണ്, ലഫ്ലുകളിൽ നിന്നുള്ള ചില അർത്ഥങ്ങൾ. അതെന്താണ് നമ്മൾ ചെയ്യണത്, അതായത് അതിൻ്റെ ഉദ്ദേശം എന്താണ്, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളെ സംസാരത്തിൽ നമ്മൾ കുറച്ച് കടഞ്ഞെടുക്കുന്ന കുറച്ച് അർത്ഥങ്ങളാണ്. അതെന്താവും, ആ ഒരു കാര്യത്തിലൂടെ അത് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ് അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചില ലഫ്ലുകൾ, ആ ഒരു ലഫ്ലുകൾക്കാണ് ആ ലഫ്ലുകളുടെ ഒരു സൂറത്ത് വെച്ചിട്ട് അത് എന്താണ് അതിൻ്റെ ഉദ്ദേശം അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഇനി അൻവാഉൽ അസാലീബാണ്. അപ്പോൾ ഉസ്ലൂബിന് ഏതൊക്കെയാണ് അതിൻ്റെ ഇനങ്ങൾ എന്നാണ്. അപ്പോൾ 3 ഇനങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഒന്ന് ഇൽമിയാണ്, മറ്റേത് അദബിയാണ്, പിന്നെ ഖിതാബിയാണ്. അപ്പോൾ ആദ്യത്തെ അൽ ഉസ്ലൂബുൽ ഇൽമിയ്യ്. അൽ ഉസ്ലൂബുൽ ഇൽമിയ്യ് എന്ന് പറഞ്ഞാൽ അല്ലദി യഖൂമുൽ കാത്തിബു ബിസ്തിഖ്ദാമിഹി ലിനഖലിൽ അദദി മിനൽ ഹഖായിഖിൽ ഇൽമിയ്യ മുസ്തഖദിമൽ അർക്കാമിൽ വൽ ഇഹ്സാനാത്തി വൽ ബയാനാത്തി ലി തഹ്കീദി സിഅത്തി കലാമഹു. അത് അല്ലദി യഖൂമുൽ കാത്തിബു, അതുകൊണ്ട് എന്താവും കാത്തിമ് നിൽക്കും, അതായത് കാത്തിമ് അത് വെക്കും. എന്തിന്? ബിസ്തിഖ്ദാമിൽ ലിനഖലിൽ അദദി മിനൽ ഹഖായിഖിൽ ഇൽമിയായിട്ടുള്ള സത്യങ്ങൾ എന്താവുക നീക്കാൻ, അതായത് ഇൽമിയായ സത്യങ്ങളെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. മുസ്തഖദിമൽ അൽ അർക്കാമി വൽ ഇഹ്സാനാത്ത് വൽ ബയാനാത്ത് ലി തഹ്കീദി സിഹത്തുൽ കലിമ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കലിമത്ത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താവും, അയാൾ കുറേ തെളിവുകൾ, അതേപോലെ കുറേ ഉറപ്പുള്ള കാര്യങ്ങൾ, അതേപോലെ കുറേ കണക്ക് കൂട്ടൽ, അതൊക്കെ അതിലുണ്ടാവും. പിന്നെ വയബ്തഇദു ഫീഹി അനിൽ ഇസ്തിഖ്ദാമി സുവറുൽ ഫന്നിയ. അപ്പോൾ ഈ ഉസ്ലൂബുൽ ഇൽമിയിൽ എന്താവില്ല, ഒരു ആർട്ടായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉപയോഗിക്കില്ല, അതായത് സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഉസ്ലൂബുൽ ഇൽമിയയിൽ ഉപയോഗിക്കില്ല. ആദൽ ഉസ്ലൂബ്, ഈ ഒരു ഉസ്ലൂബ് യുഖാതിബുൽ അഖല, അത് ബുദ്ധിയോടാണ് സംവദിക്കുന്നത്. ബിശക്കലിൽ മുബാശറ, നേരിട്ട് അത് ബുദ്ധിയോടാണ് സംവദിക്കുന്നത്. ഇനി അടുത്തത് വഹുവ അഹദ അൽ അസാലിബു ഫി സലാസ. ഈ 3 ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ശൈലി ഇതാണ്. നിലിൽ ഉസ്ലൂബിൽ ഇൽമി റുക്കനാനി അസാസാനി. ഈ ഉസ്ലൂബുൽ ഇൽമിക്ക് 2 റുക്കനുകളുണ്ട്. അതിൽ അത് ഏതൊക്കെയാണ്? അൽ അഫ്കാറു വൽ മആനി. ഒന്ന് അഫ്കാറും മആനിയാണ്, ചിന്തകൾ വേണം, പിന്നെ മആനികൾ വേണം, അർത്ഥങ്ങൾ വേണം. പിന്നെ സിഅത്തുൽ കലാമിയ, ആ കലാമിന് ഒരു രൂപം ഉണ്ടാവും. ഇപ്പോൾ ഒരു സയൻറ്റിഫിക്കായിട്ടൊരു കാര്യം എഴുതണമെങ്കിൽ അതിനൊരു ഉണ്ടാവും, അത് എങ്ങനെയൊക്കെ എഴുതണം, ഫസ്റ്റ് ഒരു മുഖദ്ദിമ, പിന്നെ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ തെളിവുകൾ, അങ്ങനെ വെച്ചാണ് അത് എഴുതുക. ഇനി ഖസായിസ്, ഈ ഉസ്ലൂബുൽ ഇൽമിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് അടുത്തത് പറഞ്ഞത്. ലാ തുൽഹിറു ഫീ ഷഖ്സിയത്തുൽ കാത്തിബ്. ഈ ഉസ്ലൂബുൽ ഇൽമി ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എഴുത്തിൽ എന്താവില്ല, ആ എഴുതിയ ആളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ പ്രതിപാദിപ്പിക്കില്ല. അടുത്തത് ഉസ്ലൂബുൽ ഹഖീഖി തക്രീർ, അത് ഒരു റിപ്പോർട്ടായിരിക്കും. പിന്നെ യഖൂമുൽ കാത്തിബു ബിസ്തിഖ്ദാമിൽ അദില്ല വൽ ബറാഹീനിൽ അഖലിയ. ബുദ്ധിപരമായിട്ടുള്ള തെളിവുകൾ, അതേപോലെ അദില്ലത്തുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താവും ഇതിൽ കാത്തിബ് ഉപയോഗിക്കും. യഖൂമുൽ കാത്തിബു ഫീ ബി തർത്തീബിൽ അഫ്കാരി വൽ മആനി ബി ശക്കലിൽ മുതസൽസിലിൻ.
ഈ ഇതിലെന്താവും ഈ കാത്തിബ് എന്താവും ഒരു പ്രത്യേക ഒരു രീതിയിലെന്താവും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അതിൻ്റെ അർത്ഥങ്ങൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു 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 ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ അത് എഴുതി വരും. ഇനി ഇതിനുള്ള ഉദാഹരണങ്ങളാണ് ഫിഖ്, അതേപോലെ നഹ്വ്. അപ്പോൾ ഫിഖ് നഹ്വ് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ തെളിവുകൾ വെച്ച് എന്താവും അത് ശരിയാണെന്ന് ആക്കും. ഇപ്പോൾ നഹ്വ് ഒരു നിയമം പറയുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ആയി, അപ്പോൾ അത്തരത്തിലുള്ള തെളിവുകളൊക്കെ അതിൽ പറയും. ഇനി അടുത്തത് ഉസ്ലൂബുൽ അദബിയാണ്. ഉസ്ലൂബുൽ അദബി പറഞ്ഞാൽ അന്നോ ഉസ്ലൂബും യസ്തഖ്ദിമുൽ കാത്തിബു ലി തഅബീരി അമ്മ യജൂലു ഫീൽ ഖാത്തിറഹു ബി ത്വരീഖത്തിൽ ഹാലമിയ വൽ ഖയാലിയ. അതായത് ഈ ഒരു ഉസ്ലൂബുൽ അദബി പറഞ്ഞാൽ നമ്മളെ സാഹിത്യകാരന്മാർ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. നമ്മളിപ്പോൾ നോവൽ എഴുതുമ്പോൾ അതേപോലെ കവിത എഴുതുമ്പോൾ അത്തരത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് അന ഉസ്ലൂബി യസ്തഖ്ദിമുൽ കാത്തിബു, കാത്തിബ് എന്താവും അതിനെ ഉപയോഗിക്കും. ലി താബിരി അമ്മ യജൂലു ഫിൽ ഖാത്തിറ, എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് അതിനെക്കുറിച്ച് എഴുതാൻ എന്താവും അദ്ദേഹം ഉപയോഗിക്കും. ഏതൊരു രീതിയിൽ ഉപയോഗിക്കുകയാണ് ബി ത്വരീഖത്തിൽ ഹലമിയ വൽ ഖയാലിയ, ഒരു ഡ്രീമി ഒരു സ്വപ്നം, ആ ഒരു ഡ്രീംസായിട്ട് സത്യങ്ങളൊന്നും ആവില്ല, ചിലപ്പം പല അത്തരത്തിലുള്ള ഒരു രീതിയിലായിരിക്കും അത് ഉപയോഗിക്കുക. ഖയാലിയ പറഞ്ഞാൽ ഒരു ഇമേജിൻ ചെയ്തിട്ടായിരിക്കും അദ്ദേഹം ഫുൾ എഴുതുക. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ ഷുഅറാഉം വൽ കാത്തിബാണ്. അതായത് കവികളും അതേപോലെ മറ്റു നോവൽ എഴുത്തുകാർ, അങ്ങനത്തെ എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ, സാഹിത്യ എഴുത്തുകാർ, അവരാണ് ഇത് ഉപയോഗിക്കുക. ആദൽ ഉസ്ലൂബ് യുഖാത്തിബുൽ ആതിഫ ലാ അക്കൽ. അപ്പോൾ ഇൽമിയെ നമ്മൾ പറഞ്ഞത് അത് ബുദ്ധിയോടാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇത് ബുദ്ധിപരമായിട്ട് ഇപ്പോൾ ലോജിക്കായിട്ട് ഈ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇത് ഫുള്ള് മനുഷ്യൻ്റെ വികാരങ്ങളിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും കാര്യങ്ങൾ പറയുക. വലിൽ ഉസ്ലൂബിൽ ഫന്നി അതതും മിൻ അർക്കാന് മിൻഹ. അപ്പോൾ ഈ ഉസ്ലൂബുൽ ഫന്നിക്ക് എന്താണ്, ഫന്നി അല്ലെങ്കിൽ അദബിക്ക് ഒരുപാട് റുക്കുനുകളുണ്ട്. അതിൽ പെട്ടതാണ് എന്ത് അൽ അഫ്കാർ വൽ മആനി, ഒരുപാട് ചിന്തകളും പിന്നെ അതിൻ്റെ അർത്ഥതലങ്ങളും വേണം. അൽ അൽഫാദ് വൽ അസാലീബുൽ സിയ, പിന്നെ കുറേ ലഫ്ലുകൾ ഉപയോഗിക്കും. അതേപോലെ അതിന് പ്രത്യേക ഒരു സിയത്തുണ്ട്, ഒരു സ്ട്രക്ചറുണ്ട്. പിന്നെ അൽ ആതിഫിയൽ കവിയ വൽ ജിയാഷിയ, ഇതേപോലെ ശക്തവും നല്ല തീവ്രവുമായ വികാരങ്ങൾ ഉപയോഗിക്കും. മനുഷ്യവികാരങ്ങൾ ഇതാക്കാനുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഉപയോഗിക്കും. ഇപ്പോൾ സിനിമ അതേപോലെ നോവലൊക്കെ അത്തരത്തിലാണ് കയറുന്നത്. പിന്നെ ഇക്സാറും മിന സൂറുൽ ഫന്നിയ, സൂറുൽ ഫന്നിയ ഇത് അധികം ഉപയോഗിക്കും. ഇനി ലിൽ ഉസ്ലൂബിൽ ഇൽമി അതതും മിനൽ ഖസായിസ്. ഇനി ഉസ്ലൂബിൽ ഇൽമിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് അടുത്ത പറഞ്ഞത്. അതായത് യതനാവലുൽ മൗലൂആത്തുൽ ബഈദ കുല്ലുൽ ബൗദി അനിൽ മവാലിൽ ഇൽമിയ, ഇൽമിയായ വിഷയങ്ങളിൽ നിന്ന് വളരെ വിദൂരത്തായിട്ടുള്ള വിഷയങ്ങളായിരിക്കും ഈ അദബിയായിട്ട് ഉസ്ലൂബുൽ അദബിയിൽ ഉപയോഗിക്കുക. അതായത് ലോജിക്കോ അല്ലെങ്കിൽ സയൻസ് പരമായിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബന്ധമുണ്ടാവില്ല. ഇതിൽ വെറും ആൾക്കാരുടെ വികാരങ്ങളോട് സംവദിക്കുന്ന വിഷയങ്ങൾ മാത്രമായിരിക്കും ഇതിൽ ഉപയോഗിക്കുക. ലാ യഹ്തവി അല ഐ അർക്കാമിൻ ഔ മുസ്തലഹാത്തിൻ വ ബയാനാത്തിൻ ഇൽമിയ വ റിയാലിയ. അതേപോലെ എന്താവില്ല, ഇപ്പോൾ ഇൽമിയായിട്ട് അല്ലെങ്കിൽ റിയാലിയായിട്ട് നമ്മളെ എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ ഡാറ്റാസ് വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവില്ല ഇതിൽ. അപ്പോൾ അങ്ങനത്തെ ഇതിനോടൊന്നും എന്താവില്ല, ഇത് ഉപയോഗിക്കില്ല. അങ്ങനത്തേലൊന്നും ഈ ഫന്നിയായിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. പിന്നീട് യഖൂമുൽ കാത്തിബു ബി ഇഖ്തിയാറിൽ അൽഫാദി ബി ദിക്കത്തിൻ കബീറ വ ഇനായത്തിൻ ഫായിക. അപ്പോൾ ഈ കാത്തിബ് എന്താവും ഈ ഒരു ഫന്നിയായിട്ടുള്ള അല്ലെങ്കിൽ അദബിയായിട്ടുള്ള കാര്യം എഴുതണമെങ്കിൽ അദ്ദേഹം അതിൻ്റെ ലഫ്ലുകളൊക്കെ വളരെ സൂക്ഷ്മതയോട് കൂടിയാണ് അവർ ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ആൾക്കാരെ ഇമോഷൻസിനെ എങ്ങനെ അട്രാക്റ്റീവ് ചെയ്യാന്നുള്ള, അപ്പോൾ അത്തരത്തിലുള്ള ലഫ്ലുകളായിരിക്കും അദ്ദേഹം ഉപയോഗിക്കുക. പിന്നെ ഭയങ്കര നല്ല രീതിയിൽ ഭയങ്കര തീവ്രമായി പരിഗണിക്കും. ഓരോ ലഫ്ലിനും അതിൻ്റെതായ ഒരു പരിഗണന ഉണ്ടാവും. മറ്റേത് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക്കായിട്ട് എഴുതി പോകുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ അതിങ്ങനെ സത്യമാക്കി അതിൻ്റെ തെളിവുകൾ വെച്ച് ചെയ്താൽ മതി. ഇത് അങ്ങനെയല്ല, ഇത് ആൾക്കാരെ ഇമോഷൻസിനെ ഇളക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് വളരെ ഇമോഷനിൽ തട്ടുന്ന നല്ല വേർഡ്സ് ഉപയോഗിക്കേണ്ടി വരും. അടുത്തത് എജ്ലഉൽ കാത്തിബു ഫി ഹാദിൽ ഉസ്ലൂബി ഇലൽ ഖിയാൽ. കാത്തിബ് എന്താവും വായനക്കാരെ ഒരു ഇമാജിൻ ലോകത്തേക്ക് കൊണ്ടുപോകും. പിന്നെ യക്സുറു മിൻ ഇസ്തിഖ്ദാമിൽ മുഹ്സനാത്തിൽ ബദിഇയ്യ വ സൂറുൽ ഫന്നിയ. പിന്നെ ഈ ബദിയായിട്ടുള്ള ബലാപരമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല വാക്കുകൾ അതേപോലെ ആശയങ്ങൾ
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഉപയോഗിക്കും. യന്തക്കിലുൽ ഫീഹിൽ കാത്തിബു ബൈനൽ അസാലിബിൽ ഖബരിയ വൽ ഇൻഷാഇയ. അതുപോലെ ഇതിലെന്താവും, ഇപ്പോൾ എഴുതുന്ന ആൾ ഡിക്ലറേറ്റീവും നോൺ ഡിക്ലറേറ്റീവും ആയിട്ടുള്ള ലാംഗ്വേജ് ഇങ്ങനെ ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ചിലതിങ്ങനെ വ്യക്തമാക്കി പറയും, ചിലതിങ്ങനെ വ്യക്തമാക്കി പറയാതെ അങ്ങനെ സൂചനകൾ തന്ന് അങ്ങനെ അത്തരത്തിലുള്ള ലാംഗ്വേജും എന്താവും കാത്തിബ് നന്നായി ഉപയോഗിക്കും. ഇനി ലാസ്റ്റ് ഒന്നാണ് അൽ ഉസ്ലൂബുൽ ഖിതാബി. ഉസ്ലൂബുൽ ഖിതാബി പറഞ്ഞാൽ പ്രസംഗത്തിൻ്റെ ശൈലിയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പ്രസംഗം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഒരു തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നന്മയിലേക്ക് നയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രസംഗങ്ങൾ നടക്കാറ്. അപ്പോൾ ഉസ്ലൂബുൽ ഖിതാബി പറഞ്ഞാൽ ഉസ്ലൂബുൽ യസ്തഖ്ദിമുൽ ഖതീബ് ഹദഫൻ ഇല ഇസാറത്തിൽ അസായിമി അസാമിഈന വസ്തിൻഹാലിൽ ഹുമുമഹും. അതായത് ആൾക്കാരെ ഒന്നും കൂടി ഒന്ന് ഉറപ്പാക്കുക, ഒരു കാര്യത്തിൽ ഉറപ്പിക്കുക. അപ്പോൾ യുദ്ധത്തിലൊക്കെ പോകുന്നതിന് മുന്നേ ആൾക്കാരെ ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവുക, ആൾക്കാരെ കേൾക്കുന്ന ആളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഖതീബ് ഈ ഉസ്ലൂബുൽ ഖിതാബി ഉപയോഗിക്കുക, പ്രസംഗ ഭാഷ ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളത് ഇഖ്തിയാറുൽ കലിമാത്തുൽ ഫസീഹ ദാത്തർ റനീന്. അതായത് നല്ല ഫസീഹായിട്ടുള്ള കലിമത്തുകൾ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ പ്രസംഗങ്ങളൊക്കെ കേട്ടറിയാം, അങ്ങനെ അവസാനം ഇങ്ങനെ ത്രാസ് ഒപ്പിച്ചിട്ട് അത്തരത്തിലുള്ള കലിമത്തുകളായിരിക്കും ഉപയോഗിക്കുക. അതേപോലെ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല മലയാളത്തിലുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എന്താവും, നല്ല ആൾക്കാരെങ്ങനെ ഒരു അതിങ്ങനെ കേട്ടിരിക്കണ രീതിയിലുള്ള കലിമത്തോൾ, വാക്കുകൾ, അതേപോലെ ആശയങ്ങൾ, അങ്ങനത്തെ ആയിരിക്കും ഈ പ്രസംഗം ഉപയോഗിക്കുക. പിന്നെ അത്തക്റാർ, പിന്നെ ലൊറബുൽ അംസാൽ, പിന്നെ ഇസ്തിഖ്ദാമുൽ മുതറാദിഫൈന്. തക്റാർ പറഞ്ഞാൽ ആവർത്തനം, ചില കാര്യങ്ങൾ പിന്നെയും പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് പല ഉദാഹരണങ്ങൾ പറഞ്ഞിങ്ങനെ പറയും. പിന്നെ ലൊറബുൽ അംസാൽ, ഇപ്പോൾ ഓരോ ഇത് പറയുമെങ്കിലും അതിൽ ഓരോ ഉദാഹരണങ്ങൾ പറയും. ഇപ്പോൾ പ്രസംഗങ്ങളൊക്കെ എടുത്തു നോക്കുക, ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ നബിമാരെ കഥകളും അല്ലെങ്കിൽ മറ്റു ഗുണപാഠ കഥകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ ഇസ്തിഖ്ദാമുൽ മുതറാദിഫാത്ത്, ഇപ്പോൾ ഒരേ വേർഡിനെ ഉപയോഗിക്കുന്ന പകരം ആ വേർഡിൻ്റെ വ്യത്യസ്ത വാക്കുകൾ, ഒരേ അർത്ഥം വരുന്ന വ്യത്യസ്ത വാക്കുകൾ എന്താവും സ്ഥിരമായി ഉപയോഗിക്കും. പിന്നെ വഹിയ യഅ്തമിദു ഫി ഇസ്തിമാലത്തിൽ ജുംഹൂരി അൽ അംറൈനി. ഇനി ഇത് രണ്ട് കാര്യത്തിൻ്റെ മേലിലാണ് ഉപയോഗിക്കുക. അപ്പോൾ പ്രസംഗം എന്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോണത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രസംഗം ഉപയോഗിക്കുക. ഒന്ന് ഇക്നാണ്, കൺവിൻസ് ചെയ്യാൻ. ഇപ്പോൾ ഒരു കാര്യം അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. മുഖാത്തിബത്തുൽ അക്കലി മിനൽ ഖിലാലി ഷവാഹിദി വൽ അദില്ല വൽ ബുർഹാനിൽ അക്കലിയ വൽ മനാത്തിക്കിയ. അതായത് ആൾക്കാരെ അഭിസംബോധന ചെയ്യുക, ബുദ്ധിപരമായിട്ട് ആൾക്കാരെ അഭിസംബോധന ചെയ്യുക. അങ്ങനെ നല്ല ഷവാഹിദുകൾ, അതേപോലെ തെളിവുകൾ, പിന്നെ അദില്ലത്തോൾ വെച്ചിട്ട്, അതായത് ബുദ്ധിപരമായിട്ടും മന്തിക്കപരമായിട്ടുള്ള തെളിവുകൾ വെച്ചിട്ട് ഒരു കാര്യം ശരിയാണെന്ന് പറയാൻ വേണ്ടി ഇതാക്കുക. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രസംഗങ്ങൾ, ഇപ്പോൾ ലാസ്റ്റ് നടന്ന രാഹുൽ ഗാന്ധിൻ്റെ പ്രസംഗമൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം ഒരുപാട് തെളിവുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ പറയാം. അപ്പോൾ ഒന്ന് അതിനാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അത് ഒരു കാര്യം ശരിയാണ് എന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ അതങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് ഉപയോഗിക്കും. രണ്ടാമത്തെ ഉപയോഗിക്കുക അൽ ഇസാറത്ത് പറഞ്ഞാൽ ആൾക്കാരെ ഒരു മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട്. വഹിയ തഹരീഖുൽ അവാത്തിഫുൽ വൽ മശാഇറു വ തഹ്ഫീസുൽ ഹുമൂമ് വ നുഹൂലുൽ ബിൽ അസായിം. അതായത് ആൾക്കാരെ വികാരങ്ങളും ഇമോഷൻസിനൊക്കെ ഇളക്കി വിടുക, എന്നിട്ട് ഓലെ മോട്ടിവേഷൻ ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക. ഇപ്പോൾ യുദ്ധത്തിന് പോകുന്നതിൻ്റെ മുന്നേ ഉള്ള പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ തോരിഖ് ബിൻ സിയാദിൻ്റെ ഒക്കെ പ്രസംഗം, നിങ്ങളുടെ മുന്നിൽ ശത്രുക്കളും ബാക്കിൽ കടലും എന്നുള്ള അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ, അതേപോലെ യുദ്ധത്തിൻ്റെ സമയങ്ങളിൽ നടത്തുന്ന മറ്റു പ്രസംഗങ്ങൾ, പിന്നെ ഈ ആൾക്കാരെ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ നടത്തുന്ന ഈ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു തരത്തിൽ ഇതിൽ വരുന്നതാണ്, ഈ ഇസാറത്തിൽ വരുന്നതാണ്. ആൾക്കാരെ ഒന്ന് പ്രചോദിപ്പിച്ചിട്ട് ആൾക്കാരിൽ ആ ഇമോഷൻസ് കയ്യിലെടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ള അത്തരത്തിലുള്ളത്. അപ്പോൾ പറഞ്ഞത് അസാലിബുൽ കിതാബത്താണ്. അതിൽ 3 നമ്മൾ പറഞ്ഞ്, ഒന്ന് ഇൽമിയാണ്, മറ്റേത് അദബിയാണ്, മറ്റേത് ഖിതാബിയാണ്. അപ്പോൾ ഇൽമി പറഞ്ഞാൽ സയൻസ് പരമായിട്ടുള്ള തെളിവുകൾ വെച്ച് ചെയ്യുന്നത്, അദബി പറഞ്ഞാൽ നമ്മളെ ആൾക്കാരെ ഒരു എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യണ കാര്യങ്ങൾ, ഖിതാബി പറഞ്ഞാൽ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായി പറഞ്ഞത്.
ഓക്കെ, താങ്ക് യു.